എടാ ഒരു നമ്പർ പോലും മാച്ച് ചെയ്യുന്നില്ല. ഞാൻ എണ്ണം കിട്ടാം. എന്നെ അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് ക്ഷണിക്കാൻ വന്നാണേ. അമ്പലത്തിൽ തുടങ്ങിയോ പൊങ്കാലിടല്? അടുപ്പ് കത്തിച്ച ഒരു ഉദ്ഘാടനം ജസ്റ്റ് ഒന്ന് വന്നാ മതി. എന്താണ് ഡേറ്റ്? ഈ വരുന്ന 22-ാം തീയതിയാ. 22. ഈയിടെയായിട്ട് കുറച്ച് ബിസിയാണ്. നോക്കട്ടെ. അയ്യോ 22 ഡേറ്റ് ഇല്ലല്ലോ. അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക്, ഞാൻ വരാം. വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം. സന്തോഷം. ആവശ്യം. ഞാൻ പറഞ്ഞല്ലേ 22 ഡേറ്റിൽ ഞാൻ അവരെന്ത് വിചാരിക്കും? രാവിലെ തന്നെ 4 കൂടി അമ്പലപ്പടിക്ക് വന്നേക്കാൻ എന്റെ പഴം കൂടി തിന്നാൻ പറ്റും. ഇങ്ങോട്ട് വാ. ക്യാൻസറിന് സോനന്ത, ജൈവകൃഷിക്ക് സോനന്ത, പശു വളർത്താനും കോഴിക്ക് തീറ്റ കൊടുക്കാനും സോനന്ത, എന്തിന് പെണ്ണുങ്ങൾ സംഘം ഉണ്ടാക്കാൻ സോനന്ത. ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? എന്താണ് പ്രശ്നം? പുറത്തെന്താ പ്രശ്നം? അത് പള്ളിയിറക്കാവില്ല ക്ഷേത്ര കമ്മിറ്റിക്കാരൻ അവിടെ ആനയെ നിക്രടിക്കാനും സുനന്ദയെ വേണമെന്ന്. ഇത് പിടിച്ചേ കഴിച്ചോ. എനിക്ക് സങ്കടം കക്കൂസ് പോയിട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പുള്ളി ഇങ്ങനെ വിചാരിക്കും. നമസ്കാരം. അമ്പലത്തിലെ പൊങ്കാലയാണ്. ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം. ഇല്ല, പോയിട്ട് ധൃതിയുണ്ട്. മെമ്പർ ഒന്ന് വരാമെന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. പിന്നെന്താ, തീർച്ചയായിട്ടും വരാലോ. ദേവിയുടെ അനുഗ്രഹവും ചൈതന്യം ആർക്കാ അറിയാത്തത്? വിളിച്ചാ വെളിപ്പുറത്തല്ലേ അമ്മേ. അച്ഛാ, സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകള് മഹാറാണിയായി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ. ഇപ്പൊ കതറിടാനും തല്ലുള്ള ഞാൻ. ഞാൻ വെറുച്ചു. 22 രാവിലെ വണ്ടി അയക്കാം. അയ്യോ വേണ്ട, ഞാൻ എന്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം. പക്ഷെ ഇലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത്. അത് കരയോക്കാരോട് എല്ലാരോടും ഒന്ന് പറഞ്ഞേക്കണം. അത് പിന്നെ പറയാനുണ്ടോ? ഓ ശരി ശരി. ദേവി വിലാസം സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ലീഡർ ആയിട്ടുണ്ടാവുള്ളൂ. നീ ആയിട്ടുണ്ടോ? സുനിതയെ കുറിച്ച് പറയുമ്പോ സുനിതയെ കുറിച്ച് പറയാം, അല്ലാതെ വെറുതെ വിഷയത്തെ വ്യതിരിക്കരുത് അച്ഛാ. എടാ, രാഷ്ട്രീയത്തിൽ ഇതൊന്നും അല്ല വേണ്ടത്. പിന്നെ ബുദ്ധി വേണം. ബുദ്ധി ഉപയോഗിക്കടാ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ 1500 വോട്ടുള്ള ശരദൂരക്കാരോട് ഇവൻ ചൂടാവൂ. ഹലോ, ഒരു മിനിറ്റ്. ദേ ഇന്നലെ വാങ്ങിച്ച കാശ് അഭിമാനം പണയം വെച്ചിട്ട് ഒരു കളിക്കൂല ലീഡർ കെ പി. ഇതിപ്പോ ആരെ പറ്റിച്ചു? പാവ അലീനെ പിഴിഞ്ഞായിരിക്കും അല്ലേ? അതോ നീനയുടെ കയ്യിൽ നിന്ന് ഇറന്നതാണോ? ഇനി ഈ കടവും ഞാൻ തന്നെ വീട്ടണ്ടേ? ഹേയ്, ഒരു മാതിരി അനാവശ്യം പറയാൻ നിൽക്കരുത്. അതെ, ഞാനൊരു കാര്യം പറയാം. അലീനെ പോലെയല്ല, ഈ നീനയായിട്ടുള്ളതിന്റെ പൈസയുടെ ഇടപാടുണ്ടല്ലോ, അത് നിനക്ക് തന്നെ പാരയാവും. നീ നോക്കിക്കോ. ഇത് ഞാൻ ആരിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതിനെ അധ്വാനിച്ചുണ്ടാക്കിയത്. അടിപിടി കേസ്, സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ പിടുങ്ങുന്നതാണല്ലോ നിന്റെ അധ്വാനം. ഇവിടെ അഴിമതിയില്ലേ? ഇവിടെ അഴിമതി എന്ന് പറയാൻ പൈതകോറച്ചിനൊന്നും പറ്റൂല. കോഴിത്തീറ്റ, കാലിത്തീറ്റ, പാലം, പശുവിന വിതരണം, മറ്റേ തോട്, എന്തൊക്കെ സുനാമി, കൊടുങ്കാറ്റ്. സത്യം പറയും, നീ പെട്ടിരിക്കുന്ന പാവാടുള്ള കഴിഞ്ഞ വകുപ്പിന്റെ അല്ലേ? നീ തെളിവുണ്ടെങ്കിൽ കാണിക്കടാ, വെറുതെ കണവണ പറയാതെ. ഞാൻ കാണിച്ചോളാം, സമയമാകുമ്പോ ഞാൻ കാണിച്ചോളാം. അപ്പൊ കാണിക്കാം. അപ്പൊ കാണിക്കുമ്പോ നീ കണ്ടം വഴി ഓടാനാടി. അച്ഛാ, ദീവിനുണ്ടല്ലോ, നാട്ടിലെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടെങ്കിലും ആയി കഴിയുമ്പോ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തരം അസൂയ. അതാണ് നിനക്ക്. അയ്യോ അസൂയ, അസൂയ. അയ്യോ, അസൂയപ്പെടാൻ പറ്റിയ സാധനം. അച്ഛാ, ഓ നീ പോടി കെട്ടാ കളി. നീ പോടാ മരയോന്തേ. ഞാൻ മുക്കിത്തരാടാ പപ്പടത്തലയാ. ഇപ്പൊ ഇവള് കാണിച്ചോണ്ട് എല്ലാത്തിനും എനിക്കറിയാം 4000 രൂപ കാണിച്ചു തരാം. ഉച്ചക്കണ്ടല്ല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ നേരത്തെ വരും. ഉണ്ടാക്കി തുടങ്ങി ഇപ്പോഴെ തന്നെ. നീയല്ലേ നിക്കടിക്കുമ്പോ ആരെ കൂടെ കൊടുത്തിട്ടുള്ള അല്ലേ? ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ ജീവിക്കാൻ ആരെയൊക്കെ പേടിക്കണമെന്നറിയാമോ? വാട്സപ്പ്, ഫേസ്ബുക്ക്, പത്രം, പാല്, ജനം, അമ്മായപ്പൻ, ദിംതരികിടത്തം, ചിത്രം, വിചിത്രം, തിരുവ, എതിർവ, ആരൊക്കെ? പേടിയുള്ള ഒരാളെ തിരുവനന്തപുരത്ത് പോയി അടിമേടിച്ചതെന്ന് പറഞ്ഞ പപ്പ ഇതുവരെ ചിരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഗാന്ധി ജയന്തി പപ്പയ്ക്ക് പുച്ഛിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കല്ലേ കേപ്പി? ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ ട്രിക്കല്ലേ വാവേ. പാർട്ടി പ്രവർത്തനം ഗുണ്ടായിസ് വന്ന് വിശ്വസിച്ചെടുക്കുന്ന നിന്റെ അച്ഛന് ന്യൂ ജനറേഷൻ ട്രിക്ക് അറിയോ? പാർട്ടിയുടെ എന്തെങ്കിലും അറിയോ? കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളെ സുനന്ദ ചേച്ചിയുടെ ട്രിക്ക് കണ്ടുപിടിക്കും. സുനന്ദ 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 ഓടക്കല്ലേ. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നേ. ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആലോചന പപ്പ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട്. പപ്പന്മാർക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ആവാലോ. അയാളാണെങ്കിൽ വാട്സപ്പ് ഉണ്ടോ മെസ്സഞ്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു പിറകെ നടക്കാം. നാശം. നീ വിഷമിക്കാതെ, അവനുള്ള ആപ്പ് ഞാൻ കൊടുത്തോളാം. ഈ ലീഡർ കെ പി പഞ്ചായത്ത് മെമ്പർ ആയാൽ ആ സ്പോട്ടിൽ കല്യാണം. ഇതൊരു രാഷ്ട്രീയക്കാരുടെ വാക്കല്ല, ഒരു കാമുകന്റെ വാക്കാണ്. ഇപ്പൊ തന്നെ വാക്കുമാറിയല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കല്യാണം എന്നായിരുന്നു ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു മെമ്പറായോ? എന്റെ പൊന്നലില്ല, നീയും നിന്റെ അച്ഛനെ പോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഹുൽജിനെ പോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. എന്നാലേ വളരുള്ളൂ. നീ അധികം വളരണ്ട കേട്ടോ. പപ്പ എന്താ ഈ വഴി? അയ്യോ പപ്പേ, നീ എന്താണ് ഇവിടെ? നീ ഇവിടെ വീട്ടിൽ പോടി.
ചേട്ടോ പെട്ടെന്ന് ഒരു ലിഫ്റ്റ് തരൂ അത്യാവശ്യം ഉണ്ട്. വേഗം ഒരു ലിഫ്റ്റോ ഇതിനകത്തോ ഞാൻ കേറിയിട്ട് ഒരാഴ്ച എങ്ങനെ നിർത്തണ്ട നേരെ വിട്ടോ. ആ വാ വാ വട്ടത്തിൽ ചവിട്ടി നീളത്തിൽ പോര് വാ നേരെ പോര് സാർ നേരെ നോക്കി ചവിട്ട് താഴെ വീഴും ആ വീട്ടില് നറുതൽ സർവത്ത് സെറ്റ് ചെയ്ത് എന്താ സുഖമില്ല സാറേ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു കിതപ്പൊന്നുമില്ലല്ലോ വാ എന്തൊരു നേരെ വീട്ടിൽ വാ ചവിട്ടി വിട് കയറണേ റോഡ് ബ്ലോക്കാവോ ഏറെ